വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങളുടെ വീടിന്റെ നമ്മുടെ ലക്കിയെ കണ്ട കേസ് ലക്കിയുടെ എത്ര കേസ് വീടിന്റെ മുമ്പിൽ ഞങ്ങളിപ്പോൾ വണ്ടി കഴുകുകയാണ് ഗൈസ്. വെള്ളം ഇവിടെ വരെ ലക്കിയുടെ എത്ര ഉണ്ട്. ലക്കിപ്പെണ്ണി ഇങ്ങനെ കേറി ഇറങ്ങി എല്ലാം നിൽക്കുവാണ്. അവക്ക് വെള്ളത്തിൽ കളിക്കണമെന്നുണ്ട് ഇറങ്ങണ്ടാന്നുണ്ട്. കണ്ടോ വെള്ളം കണ്ടോ ഗൈസ്. ഇതിനകത്ത് അമ്മയുടെ വണ്ടിയുടെ സാധനം ആക്കിയിട്ടുണ്ട്. എവിടെ പോലും അറിയില്ല. പിടക്കുന്ന മീനെ കിട്ടി കേട്ടോ. പിടക്കുന്ന മീൻ കിട്ടി കിട്ടി. അയ്യോ എന്റെ തല്ലിക്കൊന്ന് കുഴിച്ചു വെക്കണം ഗൈസ്. ഞാൻ ഇത്രേ ഉള്ളു. പക്ഷെ ഞങ്ങളുടെ വീടിനുള്ളിൽ എനിക്ക് ഇത്രയും വെള്ളമുണ്ട്. റോഡ് ഏതാ തോടാണോ റോഡാണോ എന്ന് അറിയില്ല ഗൈസ്. ഇത് ഞങ്ങളുടെ പഴയ വീടിന്റെ മുൻവശമാണ് ഗൈസ്. ഞങ്ങളുടെ പഴയ വീടിന്റെ മുൻവശമാണ്. ഇവിടെ മുഴുവൻ വെള്ളമാണ് ഗൈസ്. കണ്ടോ പഴയ വീടിന്റെ സ്റ്റെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറിയിട്ടുണ്ട് വെള്ളം. വാട്ടർ ടാങ്ക് ഒക്കെ വെള്ളത്തിലായി. ലക്കി വെള്ളത്തിൽ വന്നേക്കുന്ന ഗൈസ്. ലക്കിക്ക് സാധാരണ പേടിയാ വെള്ളത്തിൽ ഇറങ്ങാത്തതാണ്. പക്ഷെ ഇന്ന് ലക്കി വെള്ളത്തിൽ ഇവരുടെ കൂടെ ഇറങ്ങി പിള്ളേരുടെ കൂടെ വന്നതാണല്ലോ ഗൈസ്. കണ്ടോ പിള്ളേരുടെ കൂടെ വന്നേക്കുവാണ് ഗൈസ്. അപ്പുറത്തെ വീണ്ടും മുറ്റത്തും വെള്ളമാണ് ഗൈസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറിയില്ല. അമ്മച്ചി അവിടെ നോക്കി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലാണ് ഗൈസ്. കണ്ടോ അവിടെ മുറ്റത്തെല്ലാം വെള്ളമാണ് ഗൈസ്. കണ്ടോ കണ്ടോ ഗൈസ്. ഞങ്ങളുടെ വഴിയാണ് ആ പടുതായിക്ക് അപ്പുറം കാണുന്നത്. റോഡാണ്. പക്ഷെ ഇപ്പൊ അവിടെ നല്ല വെള്ളമാണ്. അപ്പുറത്തെ അനയുടെ വീടാണ് ആ കാണുന്നത്. അനയ ആരോണിന്റെ വീടാണ്. അനയ അവിടെ നിപ്പുണ്ട്. അനയ അവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ അടുക്കളയുടെ സിറ്റൗട്ടിൽ നിൽക്കുന്നു. പക്ഷെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നില്ല. അനയ അവിടെ നിൽക്കുന്ന കണ്ടോ ഗൈസ്. അവരുടെ വീടിന്റെ അവിടെയും സിറ്റൗട്ടിന്റെ അവിടെ വരെ വെള്ളമാണ് അടുക്കളയുടെ. റോഡൊക്കെ നല്ല വെള്ളമാണ് ഗൈസ്. കണ്ടോ ലക്കിക്ക് അത്രയും വെള്ളമുണ്ട് ഗൈസ്. ലക്കിക്ക് അത്രയും വെള്ളമുണ്ട് ഗൈസ്. കണ്ടോ കണ്ടോ ഗൈസ്. ലക്കിയാണ് അങ്ങോട്ട് വെള്ളം കുറവുള്ളിടത്തോട്ട് കയറിയണേ. കണ്ടോ ലക്കി അവിടോട്ട് കയറിയേക്കുവാണേ. വെള്ളത്തിൽ ഇറങ്ങല്ലെന്ന് പറഞ്ഞതാണ്. വണ്ടി കഴുകാമെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ് രണ്ടുപേരും കൂടെ. വണ്ടി പറഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി ഇപ്പം അവിടെ വെച്ചിട്ട് അവർ രണ്ടും എന്താണ്ട് ഗൈസ് വെള്ളത്തിനകത്ത് കളിക്കുന്നു. ആ കൂട്ടത്തിൽ ആ ലക്കിയുമുണ്ട്. ലക്കിയാണ് വെള്ളത്തിൽ ഇറങ്ങാത്ത ലക്കിയാ. വെള്ളം ഭയങ്കര പേടിയാണ്. പക്ഷെ ഇന്ന് അവൾ ഇവരുടെ കൂടെ കളിക്കാൻ ഇറങ്ങി. കണ്ടോ അവൾക്കും ഭയങ്കര സന്തോഷം. അവൾ ചാടി അവൾ കരയിൽ കയറി. ഇനി ഇവിടെ നിന്ന് അവൾ നീന്തി പോവാണേ. അപ്പുറത്തോട്ട് പോകാനാണ് നോക്കുന്നത്. ഞങ്ങളുടെ പഴയ വീടാണ് ഗൈസ്. ഇവിടെ മുഴുവൻ വെള്ളം ഉണ്ടോ. ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന അങ്ങോട്ടുള്ള വഴിയിലെല്ലാം വെള്ളമാണ് ഗൈസ്. പൊക്കോ അവളാരും വിളിച്ചാലോ തന്നെ വന്നതാ. കണ്ടോ ഗൈസ് ലക്ക് പോകുന്നതാണോ ലക്കുവിന്റെ രോമമൊക്കെ നനഞ്ഞ കോഴിയെ പോലെ പോയി. ഇവര് വെള്ളമെല്ലാം കലക്കി മറിച്ച് വണ്ടി കഴുകാൻ ഇറങ്ങിയ. പക്ഷെ അവസാനം വണ്ടി അവിടെ ഇരിക്കുന്നു. വണ്ടി കഴുകിയിട്ടേ ഇല്ല ഗൈസ്. വണ്ടി കഴുകാന്നും പറഞ്ഞ് ഇറങ്ങിയവരാണേ. പക്ഷെ വണ്ടി ഒന്നും കഴുകിയില്ല. വണ്ടി ഗൈസ് ഞങ്ങളുടെ വീടാണ് ആ കാണുന്നത്. ഇത് രശ്മിയുടെ വീടാണ് ഗൈസ്. ഇവിടെ വാതിൽ വരെ വെള്ളം വന്നു ഗൈസ്. കണ്ടോ ഗൈസ് ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ വീടിന്റെ വാതിലിലോട്ട് വെള്ളം കയറാൻ തുടങ്ങുന്നുണ്ട്. കണ്ടോ ഗൈസ്. ഇവിടെ രശ്മിയുടെ വീടിന്റെ വാതിലിലോട്ട് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. കണ്ടോ വണ്ടി ഒരെണ്ണം അവിടെ കരക്കിരിക്കുന്നു ഗൈസ്. ഇനി വണ്ടി വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നറിയില്ല. അമ്പാടിയുടെ സൈക്കിൾ സിറ്റൗട്ടിൽ കയറ്റി. കാത്തുവേ അത് മല്ലപ്പള്ളി റെജിസ്ട്രേഷൻ. മുല്ലപ്പള്ളി അല്ല.
ഒരാൾ 2 വീലർ കഴുകുന്നു, ഒരാൾ സൈക്കിൾ, സ്വന്തം സൈക്കിളാണ് ഗൈസ്. കുറേ ദിവസമായിട്ട് മഴയത്തിരിക്കുക, ഇന്ന് കഴുകാൻ ഇറങ്ങി. എന്റെ കയ്യിലെ സാധനം വലിച്ചിട്ട് നമുക്ക് പോയി നമ്മുടെ തുണി ഒന്ന് തടാം. ഇപ്പൊ തരാം 5 മിനിറ്റ്. അപ്പത്തെ നീ കൈ വെച്ച് റബ്ബ് ചെയ്യും. മുക്കിട്ടതാ കണ്ടോ ഉണ്ടയാണ്. നമ്മൾ ജസ്റ്റ് കഴുകിയിട്ട് വീട്ടിനകത്തേക്ക് വെള്ളം വരുവാണെന്ന് അറിയത്തില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത വെള്ളമായിരുന്നു. സൗണ്ട് നമുക്ക് വണ്ടി കഴുകിയിട്ട് വർഷങ്ങളായി. ഇതും കഴുകിയിട്ട് വർഷങ്ങളായി. അമ്പാടെ കഴുകിയത് തരുമോട്ട് രാവിലെ തന്നെ. ഞാൻ പിന്നെ ജോലി ഇല്ലായിരുന്നു, ഇഷ്ടമുള്ളതാണ്. ലക്ക് ലക്കി ലക്കി നീ നനഞ്ഞോ ലക്കി? ലക്കി ലക്കു ലക്കുമ്മ ഇങ്ങോട്ട് നോക്കിക്കേ. ഏ ചാടി മേത്ത് കയറരുത്. മേത്ത് കയറണ്ട, മേത്തുള്ള പരിപാടി വേണ്ട. അതിന് മേല് മുഴുവൻ നനഞ്ഞിരിക്കുക. ഞങ്ങളുടെ പുറവശമാണ് ഗൈസ്, കണ്ടോ? അവിടെ ആ പിച്ചിങ്ങലോട്ട് കയറാൻ തുടങ്ങുവാണ് വെള്ളം. അവിടെ ഈ എന്താ പടിഞ്ഞാറ് നല്ല കാറ്റായ കാരണം പോളയും പായലും എല്ലാം ഈ സൈഡിൽ വന്നാണ് അടിഞ്ഞു കിടക്കുന്നത്. കണ്ടോ? വേസ്റ്റ് എല്ലാം ഇങ്ങ് വരും. കണ്ടത്തിലെ വേസ്റ്റ് ഫുള്ള് വന്ന് നമ്മളുടെ ഇറമ്പിൽ വന്ന് അടിഞ്ഞു കിടക്കുവാണ്. വെള്ളം പിച്ചിങ്ങിന് മണ്ടയ്ക്ക് വരുവാണെങ്കിൽ ആ വേസ്റ്റ് എല്ലാം ഇങ്ങനെ നമ്മുടെ അയ്യത്തോട്ട് കയറും ഗൈസ്. ഇവിടെ അയ്യത്ത് ചെറുതായിട്ട് വെള്ളം കയറി. കണ്ടോ? നമ്മൾ പുറകിൽ നിന്നുള്ള ഇതാണേ. പുറകിൽ നിന്ന് നമ്മുടെ അയ്യത്ത് ചെറുതായിട്ട് വെള്ളം കയറി. ഇത് പറമ്പാണ് ഗൈസ്. അവിടെ ഫുള്ള് വെള്ളമാണ്. കണ്ടോ? അവിടെ ഇതുപോലെ വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ട് ഗൈസ്. നടുക്കൊരു റോഡുണ്ട് ഗൈസ്. അവിടെ ഇപ്പോൾ വെള്ളമായ വീട് അവിടെയൊക്കെ ഒരു റോഡായിരുന്നു. ആ റോഡിലും വെള്ളമാണ്. പാടം മുഴുവൻ വെള്ളമാണ്. ഇപ്പോൾ ഒരു 6 പോലെ ഉണ്ട്.